ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ബ്രെഡ് പിസ്സ തയ്യാറാക്കാം. ഇത് ഫ്രൈ പാനകത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പിസ്സ തയ്യാറാക്കാനായിട്ട് 2 തരം ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ സവാള കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് പിസ്സ സോസ് പുരട്ടി കൊടുക്കാം. ഇതില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിലും പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. റെഡ് ക്യാപ്സിക്കം കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിനിടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു പിഞ്ച് കുരുമുളക് മൊത്തത്തിലൊന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോഴാണ് പിസ്സയുടെ ഒരു നല്ലൊരു രുചിയും മണമൊക്കെ വരുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് മൊത്തത്തിൽ മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് സ്പൈസി ആയിട്ട് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡും ഇതുപോലൊന്ന് ചെയ്തെടുക്കണം. മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസും കൂടെ പുരട്ടി കൊടുക്കാം. ഇനി നേരത്തെ പോലെ മൊസറല്ല ചീസ് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് കയ്യിലില്ലെങ്കിൽ സാൻഡ്വിച്ചിനൊക്കെ വെക്കുന്ന അതേപോലുള്ള സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തരം ക്യാപ്സിക്കവും സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുരുമുളക് പൊടിയും ഓർഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 ബ്രെഡും ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ബ്രെഡും വെച്ച് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ചിക്കനോ മഷ്റൂമോ പനീറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോഴെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.